കരിവള്ളൂർ പ്രാന്തഞ്ചാൽ മരത്തക്കാട്ട് ചൊവ്വാഴ്ച രാത്രി പുലിയെ കണ്ടതായി സംശയം. രാത്രി 7:30ഓടെയാണ് പള്ളിക്കുളത്തെ എം രമ്യ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി പറയുന്നത്. വ്യക്തമായി കണ്ടതായി രമ്യ പറയുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ വിളക്കം കത്തിച്ചിട്ട് പുറത്തിരിക്കുന്നുണ്ടായി. ഫോൺ ചെയ്തിട്ട് അതിനെ കാടാനങ്ങുന്ന ഒച്ച കേട്ട് ഞാൻ അത് വിചാരിച്ച് കുറുക്കനാണെന്ന്. പിന്നെ എന്നിട്ട് ഉള്ളിൽ കയറി ടോർച്ച് എടുത്തിട്ട് അടിച്ച് നോക്കുമ്പോഴുണ്ട് കിണറിൻ്റെ അതിലേക്കൂടെ എന്തോ ഇങ്ങനെ വരുന്നത് കണ്ടു. പിന്നെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പുലി, ഒരു മഞ്ഞ കളറ് ഇല്ല രൂപത്തിൽ വലുത് ഒരു നമ്മളെ പശുക്കുട്ടീൻ്റെ വലുപ്പമുണ്ട് കാണുമ്പോൾ. പരിസരം മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചു. ഫോറസ്റ്റ് അധികൃതരും സ്ഥലത്തെത്തി. നാട്ടുകാരോടൊപ്പം ചേർന്ന് തെരഞ്ഞെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. വാർഡ് മെമ്പർ പി സുലോചന, കെ ഗോപാലകൃഷ്ണൻ, കെ രമേശൻ, കെ മനുരാജ്, കെ രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവരാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയത്. ബുധനാഴ്ച രാവിലെയും ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. രമ്യയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ, ജിജേഷ് എം കെ, സൗമ്യ സി കെ, മുഹമ്മദ് റാഫി, ശ്രീകുമാർ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും എന്നാൽ ജാഗ്രത കൈവിടരുതെന്നും സനൂപ് കൃഷ്ണൻ പറഞ്ഞു. ഇവിടെ മരത്തക്കാട് പള്ളിക്കുളം ഭാഗത്ത് ഒരു സ്ത്രീ ഇന്നലെ രാത്രി പുലിയെ സാദൃശ്യമുള്ള ഏതോ ജീവിയെ കണ്ടു എന്നൊരു വിളി നമുക്ക് ഇന്നലെ രാത്രി കിട്ടിയിരുന്നു. നമ്മുടെ സ്റ്റാഫ് ഇന്നലെ രാത്രി തന്നെ ഈ സ്ഥലത്ത് വരികയും രാത്രിയിലെ പ്രഥമ ദൃഷ്ട്യ അതൊരു പുലിയല്ലാന്നില്ലേ ഒരു സ്ഥിരീകരണമുണ്ടായി. എന്നാലും ഇന്ന് രാവിലെ ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചുറ്റുപാടും നോക്കിയാൽ കാൽപ്പാടുകളോ മറ്റ് ലക്ഷണമൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കാൽപ്പാടോ അല്ലെങ്കിൽ പട്ടികളുടെ തെരുവ് നായ്ക്കളെ മിസ്സാവും അതൊന്നും നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇവിടെ വന്നു ചുറ്റുപാടൊക്കെ നോക്കി പുലിയുടേതായ കാൽപ്പാടോ ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ അത് കാട്ടുപൂച്ചയോ പന്നിക്കൂട്ടമോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വേണ്ട ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകുന്നുണ്ട്. എന്തെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വിളിച്ചാലും വനവകുപ്പ് സ്റ്റാഫ് ഇവിടെ എത്തും, വേണ്ടത് ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.